അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിത്രമായ മുഹറം മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. മുഹറം 1 രാവോ പകലോ ആരെങ്കിലും ബിസ്മി എഴുതി സൂക്ഷിച്ചു വച്ചാൽ അവർക്ക് വലിയ മഹത്വങ്ങളും നേട്ടങ്ങളും ഉണ്ടെന്ന് നാം പലപ്പോഴായി കേട്ടറിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ബിസ്മി എങ്ങനെ എഴുതണം, എപ്പോഴെഴുതണം എന്നെല്ലാം വിശദീകരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റു എല്ലാ മുസീബത്തുകളും മാറിക്കിട്ടുകയും വലിയ അനുഗ്രഹം ഉണ്ടാകാനും ഇത് കാരണമാകുന്നതാണ്. ഈ ബിസ്മി എഴുതി വെക്കേണ്ട സമയം മുഹറം 1 രാവോ പകലോ ആണ് എഴുതി വെക്കേണ്ടത്. അതായത് പവിത്രമായ ഹിജറ വർഷം തുടങ്ങുന്നത് മുഹറം കൊണ്ടാണല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൻ്റെ തുടക്കമാണല്ലോ മുഹറം. അതുകൊണ്ട് ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു നല്ല കാര്യം ചെയ്ത് പോരുന്നത് ഈ വർഷത്തിൻ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ, സന്തോഷങ്ങൾ ഉണ്ടാകാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഒരു കാരണമായി മാറും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പവിത്രമായ മുഹറത്തിൻ്റെ 1 രാവിലോ പകലോ ആണ് ഇത് എഴുതി വെക്കേണ്ടത്. മുഹറമിൻ്റെ 1 രാവ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം നാളെ മുഹറം 1 ആണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കലോടുകൂടെ മുഹറമിൻ്റെ 1 രാവ് ആയി തുടങ്ങി. നാളത്തെ പകൽ മുഹറം 1 പകലുമാണ്. ഈ സമയങ്ങളിലാണ് ബിസ്മി എഴുതി വെക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പറയപ്പെട്ട സമയത്ത് 113 തവണകളായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒറ്റ അക്ഷരങ്ങളായി എഴുതി വെക്കുക. 113 തവണ ബിസ്മി എഴുതിയ ആ പേപ്പർ ഒരു നല്ല സ്ഥലത്ത്, ശുദ്ധിയുള്ള സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക. ബിസ്മി എഴുതുന്നതിന് മുമ്പ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല പരിപൂർണമായ ഒരു ഉളൂ ചെയ്യുക. പരിപൂർണമായ എല്ലാ സുന്നത്തുകളും പാലിച്ചു കൊണ്ടുള്ള ഒരു ഉളൂ എടുക്കുക. ഉളൂഹിൻ്റെ ശേഷമുള്ള ദുആ ചെയ്യുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതൊക്കെ നല്ല കാര്യമാണ്. അതിനുശേഷം ആത്മാർത്ഥയോടെ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ 113 തവണ എഴുതി സൂക്ഷിച്ചു വെക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും അള്ളാഹു തആല നമുക്ക് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.